എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ, അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്ന് പറയുന്നതൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകൻ്റെ കൂടെ നല്ലൊരു പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗ്യമാണ്. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. ഇപ്പം ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, ഈ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് നേരിടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ളൊരു സിനിമയാണ്. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാര്യം നല്ല സിനിമയെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം മതി നിൽക്കേണ്ട, മലയാളക്കരയിൽ മാത്രം മതി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്ക് ഇതിനെ സബ്ടൈറ്റിൽ ചെയ്ത് നടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു മീഡിയയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിൻ്റെ ക്രിയേഷനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചെറിയ ആഗ്രഹം കൂടിയുണ്ട്. ലാലേട്ടൻ പറഞ്ഞു ഈ ഒരു ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവരും ഓൾറെഡി കേട്ടു. പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി ലാലേട്ടൻ 2 വരി ഇവിടെ പാടാമോ? അതൊരു പ്രത്യേക പാട്ടാണ്, അങ്ങനെ പാടാൻ പറ്റില്ല. അത് പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ്, ബോഡി അതിൻ്റെ ഒരു താളമൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിലില്ല. ദേഹത്തെ തട്ടി നമ്മളിങ്ങനെ തട്ടിപ്പാടില്ലേ, താളമില്ലാണ്ട് എങ്ങനെ പാടും? അപ്പൊ പാട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേ ചെയ്യുന്നുണ്ടോ അതെനിക്കറിയില്ല. അങ്ങനെ വേണ്ടല്ലേ? താങ്ക് യു. Thank you so much. The first time we witnessed the teaser was in the December 6th, 2020. Lalatan forward. Lalatan, I request you to kindly come back because നമ്മൾ ഏറെക്കുറെ കാത്തിരിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. So December 6th, 2023 the first teaser നമ്മൾ എല്ലാവരും വിറ്റ്നസ് ചെയ്തത്. അന്ന് തൊട്ട് എപ്പോൾ ഒരു ടീസർ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതിൽ എന്താണ് നെക്സ്റ്റ് കാണാൻ പോണേ. ഐ ആം വെരി സോറി. താങ്ക് യു സോ മച്ച്. ഇവിടെ പാടിയതിന്, പാട്ട് കേട്ടതിന്, ഇതെല്ലാം ഇവിടെ ഡാൻസ് ചെയ്തതിനൊക്കെ ഞാനത് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എക്സൈറ്റഡ് ആണല്ലേ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ്. സോ ബ്യൂട്ടിഫുള്ളി 2 പേര് 3 പേര് ഞാനും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പറഞ്ഞതുപോലെ December 6th, 2023 ആദ്യമായിട്ട് ടീസർ നമ്മൾ എല്ലാവരും വിറ്റ്നസ് ചെയ്തത്. അപ്പം മുതൽ എപ്പോൾ ഒരു ടീസർ വരുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കും ഇതിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ, ഇതിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ തിങ്ക് ഇൻ ദ മലയാളം സിനിമ ഇൻഡസ്ട്രി ഒന്നും തന്നെ നമുക്ക് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. അത് കാരണം തന്നെ this moment is a dream come true moment when we are going to be officially launching the... Can I hear from all of you?